എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് അവർ നിങ്ങളെ വിളിക്കും, അവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ തള്ളിക്കളയാൻ അവർക്ക് സാധിക്കാത്ത വ്യക്തിയായി മാറും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. നമുക്ക് ഒന്നാമത്തെ പയലായ കോഴിക്കുഞ്ഞ് എന്ന പയൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ ഇനി അവർക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നിങ്ങൾ ഇത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നുവോ അത്രയും നിങ്ങളെയും അവർ സ്നേഹിക്കും. ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള ദർശനങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ വ്യക്തിയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ കഴിയും. ആരും നിങ്ങളെ ഒറ്റപ്പെടുത്തില്ല. പ്രത്യേകിച്ച് ആ വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തി ഇതുവരെയും നൽകിയിരുന്ന സ്നേഹം കുറവാണെന്നുള്ള പരാതി നിങ്ങൾക്കുണ്ടാകാം. പക്ഷേ ഇനി ആ വ്യക്തിയുടെ സ്നേഹം അതുപോലെ ആയിരിക്കില്ല. ആ വ്യക്തി മനസ്സറിഞ്ഞ് ഹൃദയം തുറന്ന് നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നു. ഇതുവരെ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് ആ വ്യക്തിക്ക് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരങ്ങളും സംരക്ഷണവും നന്മയും ഒക്കെ ആ വ്യക്തിക്ക് നൽകിയിരുന്നത് നിങ്ങളാണെന്നുള്ള യാഥാർത്ഥ്യബോധം ആ വ്യക്തിക്കുണ്ട്. പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ ചില തടസ്സങ്ങൾ മാറ്റി നിർത്തിയിരുന്നു. ആ തടസ്സങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് തടസ്സമായി തന്നെ മാറി. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഘടകങ്ങളിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ വ്യക്തിയെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന, നിങ്ങളുടെ വ്യക്തിയെ നിരുത്സാഹപ്പെടുത്താത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ ആഴം ആർക്കും അളക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ആ സ്നേഹം പുറകിലേക്ക് കിട്ടിയില്ല. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ആ വ്യക്തിയുടെ എല്ലാമാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുന്നതും ഒക്കെ നോക്കിയാലും ആ വ്യക്തി നിങ്ങളെ ഒരു കർത്തൃസ്ഥാനത്ത് കണ്ടു എന്നുള്ളത് കൃത്യമാണ്. എല്ലാ കാര്യത്തിലും നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയും നിങ്ങൾ പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കുകയൊക്കെ ആ വ്യക്തി ഇഷ്ടപ്പെട്ടിരുന്നു. ആ വ്യക്തി ഒരിക്കൽ പോലും ജീവിതത്തിൽ നിങ്ങളെ വഞ്ചിക്കാനോ നിങ്ങളോട് വെറുപ്പ് കാണിക്കാനോ ശ്രമിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ ചില ആളുകൾ ആ വ്യക്തിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങളുടെ വ്യക്തി മനസ്സറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഘട്ടം നിങ്ങൾ കാണാനിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് കണ്ട് തീരുമാനിക്കാനും സാധിക്കും. നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങളെ സ്വീകരിക്കുക തന്നെ ചെയ്യും. അടുത്തായിട്ട് രണ്ടാമത്തെ പയൽ തിരഞ്ഞെടുത്തുള്ള റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം ഒരുപാട് ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പലപ്പോഴും നിരാശയാണ് നിങ്ങൾക്ക് ഫലം കിട്ടിയത്. ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് വന്നു. നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും നേടാൻ കഴിയാതെ, നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. പ്രതീക്ഷിക്കാനായിട്ടൊന്നുമില്ലാത്ത ഒരുപാട് ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയി. അത് നിങ്ങളെ പഠിപ്പിച്ചത് സ്വപ്നം കാണണ്ട എന്നാണ്. ആ ദിവസങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത് ജീവിതത്തിൽ ഇനി നിങ്ങൾക്കൊന്നും നേടാനില്ല എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ സാഹചര്യങ്ങളൊക്കെ മാറുകയാണ്. ആരുടെ കയ്യിൽ നിന്നാണോ സ്നേഹം നിങ്ങൾ കൊതിച്ചത്, ആ സ്നേഹം നിങ്ങൾക്ക് നൽകാനായിട്ട് ആ വ്യക്തി തയ്യാറാകുന്നു. ആദ്യമായിട്ട് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുമായിരിക്കും ആ കാര്യം. കാരണം ആ വ്യക്തിയുടെ ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് അലഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നവും അതുതന്നെയായിരുന്നു, ആ വ്യക്തിയുടെ സ്നേഹം ലഭിക്കുക. പക്ഷെ അവസാനം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ തയ്യാറാകുന്നു. ആ വ്യക്തിയുടെ സ്നേഹം മറ്റാർക്കും ലഭിക്കാതെ നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു. ലോകത്ത് ആരേക്കാളും പരിഗണന ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നു. ഒരുപക്ഷെ ലോകവും നിങ്ങളും മറ്റാരും വിചാരിച്ചിരുന്നില്ല ആ വ്യക്തി ഇത്രയും പരിഗണന നൽകി എന്നെ സ്നേഹിക്കുമെന്ന്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഓരോ വേദനകളും ഓരോ വികാരങ്ങളും മനസ്സിലാക്കി ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. മുൻപുണ്ടായ നിരാശകൾ ഇനി നിങ്ങളെ ബാധിക്കില്ല.
മുൻപുണ്ടായ നിരാശകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും മറ്റെല്ലാ തലത്തിലും ഉണ്ടായ നഷ്ടങ്ങൾ. പക്ഷെ ആ നഷ്ടങ്ങൾക്കിടയിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കാതിരുന്നിട്ടില്ല, നിങ്ങളുടെ വ്യക്തിയെ അംഗീകരിക്കാതിരുന്നിട്ടില്ല. നിങ്ങളുടെ വ്യക്തി ആഗ്രഹിച്ചിരുന്നത് എപ്പോഴും ഉണ്ടാകണമെന്നാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആർജവവും ശക്തിയും ഒക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ലഭിച്ചത് നിങ്ങൾ നൽകിയ ആത്മവിശ്വാസമാണ്. പക്ഷേ ആ ആത്മവിശ്വാസത്തിന് നന്ദി കാണിക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് പല ജീവിത സമ്മർദ്ദങ്ങൾ മൂലം ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ആ വ്യക്തി ആ പ്രതിസന്ധികളൊക്കെ മാറ്റി ജീവിതത്തിൽ നിങ്ങൾ നൽകിയ സ്നേഹത്തിന് തിരിച്ച് സ്നേഹം നൽകുകയാണ്, സ്നേഹം നൽകാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങൾ അത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ടറിയാം. കാരണം മോഹഭംഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി നിങ്ങൾ അകന്നു പോകാതിരിക്കാൻ വേണ്ടി പോസിറ്റീവ് എനർജി നിങ്ങളെ ഒന്നിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.